ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പള്ളിയുടെ മിനിയേച്ചർ ഉണ്ടാക്കി കാണിക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതിനായി നമുക്ക് വീഡിയോ കാണാം. അതിനായി ഞാൻ 2 ഫെവിക്കോളിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മകുടത്തിൻ്റെ 2 സൈഡിലായി നിൽക്കുന്ന സ്തംഭങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. 2 ഫെവിക്കോളിൻ്റെ ബോട്ടിൽ, പിന്നെ ഇതുപോലെ ഈ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ ഈ ലെയറും ഇതുപോലെ റോളായി മടക്കി ഇതുപോലെ ഉള്ളിൽ കടന്ന് നിൽക്കുന്ന വിധത്തിൽ ചുരുട്ടി ഒട്ടിക്കുക. 2 എണ്ണം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഈ ഫെവിക്കോൾ ബോട്ടിലിൻ്റെ ഉള്ളിൽ കടന്നു നിൽക്കത്തക്ക വിധത്തിലായിരിക്കണം ഇത് ഒട്ടിച്ചെടുക്കേണ്ടത്. അടുത്തായി നമുക്ക് കാർഡ്ബോർഡ് ബോക്സ്, ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്താൽ വളരെ എളുപ്പമായിരിക്കും ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പീസ് എടുത്ത് ഒട്ടിച്ചാലും മതി. കാർഡ്ബോർഡ് പീസിന് ഞാൻ ആദ്യമായി ഇതിൻ്റെ അളവും കാര്യമെല്ലാം വരച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഡോറും അതുപോലെയുള്ള ആ ഒരു ജനലിൻ്റെ ആ ഭാഗങ്ങളും ഇതുപോലെ മുറിച്ചെടുത്തു. ആദ്യം മാർക്ക് ചെയ്ത് മുറിച്ചെടുക്കാം. കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെ ആദ്യം ചെയ്താൽ നല്ല എളുപ്പമായിരിക്കും. രണ്ടാമത് അത് ഒട്ടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്കത് മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുക്കാം. ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റിക്കർ കട്ട് ചെയ്യുന്ന ആ ബ്ലേഡ് കൊണ്ട് മുറിക്കുന്നതായിരിക്കും നല്ലത്. അതേ ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുന്നില്ലെങ്കിൽ അതുപോലെ വേറൊരു പീസ് അതുപോലെ ഒട്ടിച്ചെടുത്താലും മതി മുകളിലായി. ഇതുപോലെ ഈ പീസിന് സൈഡിലായി അതേപോലെ ചെറിയ കാർഡ്ബോർഡ് പീസ് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഡോറിൻ്റെ സൈഡിലും മുകളിലും അടിയിലും ചേർത്ത് വെക്കാനായി എക്സ്ട്രാ പീസ് ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ ശരിയായി കാണിക്കുന്നുണ്ട്. ജനലിനും അതുപോലെ തന്നെ 4 പീസ് ചുറ്റിലും എക്സ്ട്രാ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലേക്കും ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചു. അതിനി അതിൻ്റെ സൈഡിലായി ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഫെവിക്കോൾ തേച്ച് നമുക്ക് അതിൻ്റെ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതേപോലെ ഈ കാർഡ്ബോർഡ് ഇതുപോലെ മുറിച്ചെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് അതിൻ്റെ ഒരു എൻട്രൻസിന് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്ത് ഒട്ടിക്കുന്നത്. ആ പള്ളിയുടെ ആ ഒരു എൻട്രൻസിന് വേണ്ടി ഇതേ ഷേപ്പിൽ മുറിച്ചെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒറ്റ പീസിൽ മുറിച്ചെടുത്താലും മതി. ഇത് ഞാൻ 3 പീസായി ഒട്ടിച്ചു കൊടുത്ത് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 വശങ്ങളിലേക്കും നമുക്ക് 2 പില്ലർ പോലെ തോന്നിക്കാൻ ഇതേ കാർഡ്ബോർഡ് കൊണ്ട് തന്നെ റോളായി മടക്കി ഇതുപോലെ 2 പില്ലർ ഒട്ടിച്ച് കൊടുക്കാം. ഫെവിക്കോൾ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫെവിബോണ്ട് ഉപയോഗിക്കാം. ഇതുപോലെ 2 പില്ലർസ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ കാർഡ്ബോർഡിൻ്റെ ആ മുകളിലെ ആ ലെയർ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ അതിൻ്റെ അടിയിലുള്ള ആ ഒരു സ്ട്രക്ചർ തെളിഞ്ഞ് കാണും.
ആ ഒരു പ്രത്യേക ഡിസൈൻ അതിന് വരും. കാർഡ്ബോർഡിൻ്റെ രണ്ടാമത്തെ ലെയറിൻ്റെ ആ ഒരു ഷേപ്പ് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ മുറിച്ചെടുത്തത്. ആ മുൻപിൽ 2 സൈഡിലുമായി നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതുപോലൊരു നെറ്റ്, ഇത് വേസ്റ്റായ നെറ്റിൻ്റെ ഒരു ഭാഗമാണ്. ആ വേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഗ്രീൻ നെറ്റാണിത്. ഈ നെറ്റിൻ്റെ പീസ് ഇതുപോലെ മുറിച്ചെടുത്ത് ഈ ജനലിനും ഈ വാതിലിൻ്റെ ആ മുൻപിലേക്കും നമുക്ക് ഒട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ 2 പില്ലേഴ്സിനും വേണ്ടി ഇതുപോലെ ഫെവിക്കോളിൻ്റെ ടോപ്പ് ഭാഗം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ആ റൗണ്ട് ഷേപ്പിനും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിനുള്ള ആ ഒരു ഭാഗത്തിലേക്ക് മുകളിലേക്ക് ഫെവിക്കോളിൻ്റെ അടപ്പ് തന്നെയാണ് ഒട്ടിച്ചു കൊടുത്തത്. ഈ 2 പില്ലേഴ്സിനും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ആ നെറ്റ് മുഴുവൻ ഒട്ടിച്ചു കൊടുക്കാം. ഫെവിബോണ്ടാണ് ഞാനിതിന് മുഴുവനായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ മുകളിലെ അതും ഒരു കാർഡ്ബോർഡ് ഷീറ്റ് കൊണ്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തു. തറക്ക് വേണ്ടിയും ഫ്ലോറിന് വേണ്ടിയും ഇതുപോലെ കാർഡ്ബോർഡ് ഷീറ്റ് കൊണ്ട് തന്നെ ഒട്ടിച്ച് ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ ചുറ്റിലുമായി പേപ്പർ റോളാക്കിയിട്ട് 4 സൈഡിലും ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ മുകളിൽ അതിനും 4 സൈഡിലും ഒട്ടിച്ചു കൊടുത്തു. ഇനി കുറച്ച് സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടി ഫെവിക്കോളും വൈറ്റ് സിമൻറ്റും വെള്ളവും ചേർന്നൊരു മിക്സ് മുഴുവനായി ഞാനിതിന് അടിച്ചു കൊടുത്തു. ഫ്ലോറിലേക്കും പിന്നെ അതിന് മൊത്തമായി ഇതടിച്ചു കൊടുത്തു. ഇതുപോലെ അടിയിൽ ഫ്ലോറിന് വേണ്ടി ഞാൻ തെർമോക്കോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ തെർമോക്കോളിന് മുഴുവനായി ഇതുപോലെ ഈ ഫെവിക്കോളും ഗ്ലൂവും ചേർന്ന ആ ഒരു ഫെവിക്കോൾ ഗ്ലൂവും വൈറ്റ് സിമൻറ്റും ചേർന്നൊരു മിക്സ് അടിച്ചു കൊടുക്കാം. മൊത്തത്തിലായി അടിച്ചു കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ ഗ്യാപ്പിൽ മുഴുവനും നമുക്ക് അടിച്ചു കൊടുക്കാം. ആ കാർഡ്ബോർഡിൻ്റെ ഗ്യാപ്പ് എല്ലാം കവർ ചെയ്യുന്ന വിധത്തിൽ ഇത് അടിച്ചു കൊടുക്കാം. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതുപോലെ നമുക്കിതിൻ്റെ എൻട്രൻസ് ഭാഗമാണിത്. ആ ഒരു പള്ളിയുടെ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ഭാഗം. അതിന് സൈഡിലായി ഞാൻ ഈ നെറ്റ് തന്നെ ഒട്ടിച്ചു കൊടുത്തു. 2 സൈഡിലും ഈ നെറ്റ് ഒട്ടിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഗമ്മ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിബോണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. ഇനി അതിൻ്റെ മുകളിലത്തെ ആ പേപ്പർ റോളിനൊക്കെ ഞാൻ ഒരു ബ്രൗൺ കളറിലുള്ള ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ആവശ്യത്തിന് അനുസരിച്ചുള്ള കളറ് നമുക്ക് ചെയ്യാം. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കളർ ചെയ്യാം. ഓരോ ഭാഗത്തിനും അതിൻ്റേതനുസരിച്ചിട്ടുള്ള കളർ ഏകദേശം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രീൻ കളറും ഒരു ബ്രൗണിൻ്റെ ഷെയ്ഡുമാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ആ ഒരു റൗണ്ട് സ്തംഭത്തിനും ഇരുവശത്തുമുള്ള ആ പില്ലേഴ്സിനും അതുപോലെ കൊടുത്തു വെച്ചു. ഇത് ഏകദേശം ഒരു പള്ളിയുടെ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ പറയാം, അഭിപ്രായങ്ങൾ പറയാം, നിർദ്ദേശിക്കാം. ഇതിൻ്റെ ന്യൂനതകൾ നിങ്ങൾക്ക് അഭിപ്രായപ്പെടാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്സ്.